നമ്മൾ കാണുന്ന മിക്കവാറും എല്ലാ കപ്പലുകളുടെയും അടിഭാഗത്ത് ചുവപ്പ് പെയിന്റാണ് അടിക്കാറുള്ളതെന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടായിരിക്കും ചുവപ്പ് നിറമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വെറുതെ ഒരു ഭംഗിക്ക് ചെയ്യുന്നതല്ല എന്നതാണ് സത്യം. മറിച്ച് അതിന് പിന്നിൽ ചില വിചിത്രമായ കാരണങ്ങളുമുണ്ട്. അതെന്താണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ കടലിലേക്ക് നോക്കുമ്പോൾ തിരമാലകളും മനോഹരമായ ചക്രവാളവുമൊക്കെയാണ് കാണാറുള്ളത്. പക്ഷേ ഒരു കപ്പലിനെ സംബന്ധിച്ച് കടൽ അത്ര സിമ്പിളല്ല. കാരണം ഉപ്പുവെള്ളം ഏത് ഇരുമ്പിനെയും തിന്നു തീർക്കുമെന്ന കാര്യം നമുക്കറിയാമായിരിക്കും. അതായത് നമ്മൾ ഒരു ഇരുമ്പിൻ്റെ ആണി കടൽ തീരത്ത് കൊണ്ടിട്ടാൽ അത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വെറും പൊടിയായി മാറും. അങ്ങനെയെങ്കിൽ കപ്പൽ നിർമ്മിക്കുന്ന ടൺ കണക്കിന് സ്റ്റീൽ എപ്പോഴും ഉപ്പുവെള്ളത്തിൽ കിടക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. പണ്ടൊക്കെ കപ്പലുകൾ മരം കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അന്ന് വെള്ളത്തിനടിയിൽ ഇതിലും അപകടകാരിയായ ഒരു ശത്രു ഉണ്ടായിരുന്നു. അതാണ് ഷിപ്പ് വേം. ടെറഡോ നവാലിസ് എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. അന്നത്തെ നാവികർക്ക് ഇതൊരു വലിയ പേടി സ്വപ്നമായിരുന്നു. ഈ കുഞ്ഞു ജീവി മരക്കപ്പലുകളുടെ ഉൾഭാഗം തുരന്ന് വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കി കപ്പലിനെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കും. ഇത് ശബ്ദമുണ്ടാക്കുകയുമില്ല. പുറത്തുനിന്ന് നോക്കിയാൽ അറിയാനും കഴിയില്ല. കപ്പലിൽ ഈ പുഴുക്കൾ കയറിയെന്ന് ജോലിക്കാർ തിരിച്ചറിയുമ്പോഴേക്കും മിക്കവാറും എല്ലാം കൈവിട്ടു പോയിട്ടുണ്ടാകും. കടലിന് നടുവിൽ വെച്ച് ഒരു മുന്നറിയിപ്പുമില്ലാതെ കപ്പൽ തകർന്നു പോകാൻ വരെ ഇത് കാരണമായിരുന്നു. ഇനി ഈ പുഴുക്കൾ കപ്പലിനെ നശിപ്പിച്ചില്ലെങ്കിൽ പച്ചയും തവിട്ടും നിറത്തിലുള്ള ആൽഗകൾ കപ്പലിനെ മൂടുകയും ബാർണക്കിൾസ് കപ്പലിൽ പറ്റിപ്പിടിക്കുകയും ചിപ്പികൾ കൂട്ടമായി വളരുകയും ചെയ്യും. പഴയ കടൽപ്പാലങ്ങളുടെ തൂണുകളിലോ ഉപേക്ഷിക്കപ്പെട്ട ബോട്ടുകളുടെ അടിയിലോ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടാകും. നാവികർ ഇതിനെ ഫൗളിംഗ് എന്നാണ് വിളിച്ചിരുന്നത്. കൂടാതെ ഇത്തരത്തിൽ ജീവികൾ കപ്പലിൽ അടിഞ്ഞുകൂടുന്നത് കപ്പലിൻ്റെ വേഗത കുറയ്ക്കുകയും ചിലപ്പോൾ 20 മുതൽ 40% വരെ ലോഡ് വർദ്ധിക്കാൻ ഇത് കാരണമാവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് നാവികർക്ക് മുന്നിലേക്ക് ആ ഒരു ചോദ്യം വരുന്നത്. ഇതിൽ നിന്നെല്ലാം എങ്ങനെ കപ്പലിൻ്റെ അടിഭാഗത്തെ സംരക്ഷിക്കാം? പുഴുക്കളെയും ആൽഗകളെയും തുരുമ്പിനെയുമൊക്കെ എങ്ങനെ തടയാം? കടൽ കപ്പലിനെ നശിപ്പിക്കാതെ മാസങ്ങളോളം എങ്ങനെ യാത്ര ചെയ്യാം? സത്യത്തിൽ ഇതിനുള്ള ഉത്തരം പെട്ടെന്ന് കിട്ടിയിരുന്നില്ല. ഒരുപാട് പരീക്ഷണങ്ങൾക്കും കപ്പലുകൾ തകരുന്നതിനും വലിയ നഷ്ടങ്ങൾക്കും ശേഷമാണ് അതിനൊരു പരിഹാരം ഉണ്ടായത്. ഒടുവിൽ ആ പരിഹാരം വന്നപ്പോൾ അത് വളരെ സിമ്പിളായിരുന്നു. ഗ്രീക്കുകാരാണ് ആദ്യമായി ഒരു പരീക്ഷണം നടത്തിയത്. അവർ കപ്പലിൻ്റെ അടിഭാഗം ഈയത്തിൻ്റെ ഷീറ്റുകൾ കൊണ്ട് പൊതിഞ്ഞു. ഭാരമേറിയതും വിഷാംശമുള്ളതുമായ ഈയം. കുറച്ചു കാലത്തേക്ക് അത് ഫലപ്രദമായിരുന്നു. ഈയം ഒരു കവചം പോലെ പ്രവർത്തിച്ചതുകൊണ്ട് കടൽ ജീവികൾക്ക് ഉള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പുഴുക്കൾക്ക് മെറ്റൽ തുരക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ അപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു പ്രശ്നം വന്നു. ഈയത്തിൻ്റെ ഷീറ്റുകൾ മരക്കപ്പലിൽ ഉറപ്പിക്കാൻ ഇരുമ്പ് ആണികൾ ഉപയോഗിച്ചപ്പോൾ സംഗതി ആകെ മാറി. ഇരുമ്പ് വളരെ വേഗത്തിൽ ദ്രവിക്കാൻ തുടങ്ങി. അത് തകരുകയും അടർന്നു വീഴുകയും ചെയ്തിരുന്നു. ഗാൽവനിക് കൊറോഷൻ എന്ന കെമിക്കൽ റിയാക്ഷനായിരുന്നു അത്. 2 വ്യത്യസ്ത മെറ്റലുകൾ ഉപ്പുവെള്ളത്തിൽ ചേരുമ്പോൾ നശിക്കുന്നത് വേഗത്തിലായി. വർഷങ്ങൾ അങ്ങനെ ഒരുപാട് കടന്നുപോയി. കപ്പലുകൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നതും തുടർന്നു. അങ്ങനെ 18-ാം നൂറ്റാണ്ടിലാണ് എല്ലാം മാറ്റിമറിച്ച ഒരു ഐഡിയ വരുന്നത്. ബ്രിട്ടീഷ് റോയൽ നേവി ചെമ്പ് അഥവാ കോപ്പർ ഉപയോഗിച്ച് പരീക്ഷണം തുടങ്ങി. മരക്കപ്പലിന് മുകളിൽ ചെമ്പ് ഷീറ്റുകൾ വെച്ച് പിടിപ്പിക്കുകയാണ് അവർ ചെയ്തത്. ഇത് ഈയത്തേക്കാൾ വളരെ ചിലവേറിയതായിരുന്നു. പക്ഷേ അതിൻ്റെ ഫലം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കടൽ ജീവികൾക്ക് ചെമ്പ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതിനാൽ ആൽഗകൾ കുറച്ചു മാത്രം പറ്റിപ്പിടിച്ചു. അത് കാരണമൊക്കെ ബാർണക്കിൾസ് വരാൻ ഒരുപാട് സമയമെടുത്തു. എല്ലാത്തിനുമുപരി ഷിപ്പ് വേമുകൾക്ക് അത് കടക്കാൻ കഴിഞ്ഞില്ല. 1761 നടത്തിയ പരീക്ഷണം വൻ വിജയമായതോടെ റോയൽ നേവിയിലെ എല്ലാ കപ്പലുകളിലും കോപ്പർ ഷീറ്റുകൾ ഉപയോഗിച്ചു തുടങ്ങി. കോപ്പർ ഷീറ്റുള്ള കപ്പലുകൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുകയും കമ്പാരിറ്റീവ്ലി കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്തു. അങ്ങനെ വലിയ പായക്കപ്പലുകൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. മിലിറ്ററി കപ്പലുകളും ഇത് പെട്ടെന്ന് ഏറ്റെടുത്തു. അങ്ങനെ ആദ്യത്തെ ആൻറ്റി ഫൗളിംഗ് മെറ്റീരിയലായി കോപ്പർ മാറി. പക്ഷേ കാലക്രമേണ ഈ കോപ്പർ പ്ലേറ്റുകളുടെ നിറം മാറുമായിരുന്നു. ഇത് ഇരുമ്പ് പോലെ തുരുമ്പിച്ച് നശിക്കുകയല്ല ചെയ്യുന്നത്. പകരം ചെമ്പ് ഒരു പച്ചയോ സ്വർണ്ണ നിറമോ ആയി മാറും. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ചെമ്പിന് ഭയങ്കര വിലയായിരുന്നു. വലിയ കമ്പനികൾക്കും നേവിക്കും മാത്രമേ ഇത് താങ്ങാൻ പറ്റുമായിരുന്നുള്ളൂ. ചെറിയ കപ്പലുകൾക്കും മീൻപിടുത്ത ബോട്ടുകൾക്കും ഇത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ പഴയ രീതിയിൽ തന്നെ യാത്ര തുടർന്നു. പിന്നീട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു. അതോടെ എല്ലാം വീണ്ടും മാറി. ഏകദേശം 1840-കൾക്ക് ശേഷം കപ്പലുകൾ മരം കൊണ്ട് നിർമ്മിക്കുന്നത് നിർത്തുകയും പകരം ഇരുമ്പും പിന്നീട് ഉരുക്കും അഥവാ സ്റ്റീലും ഉപയോഗിച്ചു തുടങ്ങി. ഇതോടെ ഷിപ്പ് വേമുകളുടെ ശല്യം അവസാനിച്ചു. സ്റ്റീൽ തുറക്കാൻ ഒരു പുഴുവിനും കഴിയില്ലല്ലോ. പക്ഷേ ഉപ്പുവെള്ളവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ സ്റ്റീൽ ഭയങ്കര വേഗത്തിൽ തുരുമ്പിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് പുതിയൊരു മാർഗം ആവശ്യമായി വന്നത്. അതായത് ജീവികൾ കപ്പലിൽ പറ്റിപ്പിടിക്കുന്നതിന് മുൻപേ അവയെ കൊല്ലുന്ന ഒരു കെമിക്കൽ.
1860കളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പലരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. പലതരം ഓയിലുകൾ ഉപയോഗിച്ച് അവർ പരീക്ഷിച്ചു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. 1863 അമേരിക്കയിൽ കണ്ടെത്തിയ ഒരു ഫോർമുലയിൽ കോപ്പർ സംയുക്തങ്ങൾ ടാറുമായി ചേർത്തുണ്ടാക്കിയ പെയിന്റ് വിജയകരമായി. മറ്റു ചില ഫോർമുലകളിൽ മാരക വിഷങ്ങളും ചേർത്തിരുന്നു. ഇതിനെയെല്ലാം വിജയിപ്പിച്ചത് കുപ്രസ് ഓക്സൈഡ് എന്ന സാധനമാണ്. ഇത് കടൽ ജീവികൾക്ക് അപകടകരമായിട്ടുള്ള ഒരു കോപ്പർ മിക്സ്ചറാണ്. ഇത് ഹള്ളിൽ അടിക്കുമ്പോൾ അതൊരു കട്ടിയുള്ള പാളിയായി മാറും. ആൽഗകൾ അതിൽ തൊടുമ്പോഴേ ചത്തുപോകും. ബാർനക്കിൾസിന് പിടിച്ചു നിൽക്കാനും കഴിയില്ല. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. അതാണ് കടും ചുവപ്പ് നിറം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യമായിരിക്കും, എന്തുകൊണ്ടാണ് ഇതിന് ചുവപ്പ് നിറം വന്നത് എന്നുള്ളത്. കാരണം കുപ്രസ് ഓക്സൈഡിൻ്റെ സ്വാഭാവിക നിറം ചുവപ്പാണ്. പെയിന്റ് അടർന്നു പോകുമ്പോൾ കപ്പലിൻ്റെ പുറത്ത് വെളുത്ത പാടുകൾ കാണാൻ തുടങ്ങും. അപ്പോൾ പെയിന്റ് അടിക്കാൻ സമയമായെന്ന് നാവികർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റി. കപ്പലിൻ്റെ ആരോഗ്യം അറിയാൻ ഇതൊരു എളുപ്പവഴിയായി മാറി. അങ്ങനെ ഈ പെയിന്റുകൾ ലോകമെമ്പാടും പ്രചരിച്ചു. ഇതുവഴി കപ്പലുകൾക്ക് നിരന്തരമായി വൃത്തിയാക്കാതെ മാസങ്ങളോളം യാത്ര ചെയ്യാൻ കഴിയുകയും മെയിൻ്റനൻസ് ചിലവ് കുറയുകയും ചെയ്തു. ഒപ്പം വേഗതയും കൂടി. അങ്ങനെ ചുവപ്പ് കപ്പലുകളുടെ സ്ഥിരം നിറമായി മാറി. എങ്കിലും പച്ച, കറുപ്പ്, വെള്ള നിറങ്ങളിലുള്ള പെയിന്റുകളും ഉണ്ടായിരുന്നു. പക്ഷേ ചുവപ്പ് പെയിന്റിനോളം ലാഭകരമായ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 20-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കപ്പലുകൾ ഭീമാകാരമായി മാറി. വലിയ ക്രൂയിസ് കപ്പലുകളും വലിയ ടാങ്കറുകളും വന്നു. കപ്പൽ വലുതാകും തോറും മറ്റ് കടൽ ജീവികൾക്ക് പറ്റിപ്പിടിക്കാനുള്ള സ്ഥലവും കൂടി. ഫൗളിംഗ് ഒരു വലിയ തലവേദനയായി മാറി. ഒരു വലിയ കണ്ടെയ്നർ ഷിപ്പിന് ടൺ കണക്കിന് ബാർനക്കിൾസിനെയും ആൽഗകളെയും ചുമക്കേണ്ടി വരും. പഠനങ്ങൾ പറയുന്നത് ഇതുമൂലം 40% വരെ കൂടുതൽ ഇന്ധനം കപ്പലിന് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതിലൂടെ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെ ഷിപ്പിംഗ് കമ്പനികൾ ഇതിലും ശക്തമായ എന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടു. അവർ കോപ്പർ സംയുക്തങ്ങൾ വെച്ച് പുതിയ പെയിന്റ് ഉണ്ടാക്കി നോക്കി. ഇതിലും മെയിൻ ഐറ്റം കുപ്രസ് ഓക്സൈഡ് തന്നെയായിരുന്നു. അതുകൊണ്ട് ചുവപ്പ് നിറം തന്നെ തുടർന്നു. ചില ലാബുകൾ സിലിക്കൺ പെയിന്റുകൾ വികസിപ്പിച്ചിരുന്നു. ഇത് ജീവികളെ വഴുതിപ്പോകാൻ സഹായിക്കുന്നതായിരുന്നു. ഇത് വേഗത കൂടിയ കപ്പലുകളിൽ മാത്രമേ ഫലപ്രദമായിരുന്നുള്ളൂ. മറ്റു ചിലർ അൾട്രാ സ്മൂത്ത് കോട്ടിങ്ങുകൾ പരീക്ഷിച്ചു. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം വലിയ വിലയായിരുന്നു. അതുകൊണ്ട് മിക്കവാറും കമ്പനികൾ പഴയ റെഡ് പെയിന്റിൽ തന്നെ ഉറച്ചു നിന്നു. എന്നാൽ പിന്നീട് ഒരു ചോദ്യം വന്നു. ഇത്രയധികം കോപ്പർ നമ്മൾ കടലിലേക്ക് കലർത്തുന്നത് കടൽ ജീവികൾക്ക് ദോഷമാകില്ലേ? പതിറ്റാണ്ടുകളോളം ആരും ഇത് കാര്യമാക്കിയിരുന്നില്ല. പക്ഷേ 1970കളിൽ തിരക്കേറിയ തുറമുഖങ്ങളിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. കടൽ ജീവികൾക്ക് വൈകല്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. പെയിന്റിലെ TBT എന്ന കെമിക്കലായിരുന്നു ഇതിന് കാരണം. ഇത് ഭയങ്കര എഫക്റ്റീവായിരുന്നു, പക്ഷേ അതീവ അപകടകാരിയും. ചെറിയ അളവിൽ പോലും TBT വെള്ളത്തിൽ കലരുന്നത് കടൽ ജീവികളെ വല്ലാതെ നശിപ്പിച്ചു. ഇത് അവസാനം മനുഷ്യരിലേക്കും എത്താൻ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ 2008ഓടെ TBT അടങ്ങിയ പെയിന്റുകൾ പൂർണ്ണമായി നിരോധിച്ചു. കമ്പനികൾക്ക് പഴയ പെയിന്റ് ചുരണ്ടി മാറ്റി പുതിയത് അടിക്കേണ്ടതായി വന്നു. വീണ്ടും അവർ കുപ്രസ് ഓക്സൈഡിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇത് TBTയെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞതായിരുന്നു. മറ്റൊരു പ്രശ്നം കൂടെ അപ്പോൾ വന്നിരുന്നു. ഇൻവേസീവ് സ്പീഷീസ്. അതായത് ഒരു നാട്ടിലെ ജീവികൾ കപ്പലിൻ്റെ അടിയിൽ പറ്റിപ്പിടിച്ച് മറ്റൊരു നാട്ടിലെത്തി അവിടുത്തെ നാട്ടുജീവികളെ നശിപ്പിക്കുന്ന അവസ്ഥ. ഏഷ്യയിൽ നിന്ന് പോകുന്ന ഒരു കപ്പൽ അമേരിക്കയിലെത്തുമ്പോൾ അവിടെ ഇല്ലാത്ത പുതിയ ജീവികളെയും കൊണ്ടുപോകുന്നു. ഇതിനെ തടയാൻ നിയമങ്ങൾ കടുപ്പിച്ചു. കടലിൽ വെച്ച് കപ്പൽ ചുരണ്ടി വൃത്തിയാക്കുന്നത് പലയിടത്തും നിരോധിച്ചു. ഇത്രയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടും ലോകമെമ്പാടുമുള്ള കപ്പലുകളുടെ അടിയിൽ ഇന്നും കാണുന്നത് ആ ചുവപ്പ് നിറം തന്നെയാണ്. ഇതിലും നല്ലൊരു ഓപ്ഷൻ ആർക്കും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ചില കപ്പലുകൾ ഈ ചുവപ്പ് നിറം പുറമെ കാണിക്കാറില്ല. ടൂറിസം കപ്പലുകൾ ഭംഗിക്ക് വേണ്ടി വാട്ടർ ലൈനിൽ നീലയോ വെള്ളയോ ഒക്കെ അടിക്കാറുണ്ട്. പക്ഷേ അതിന് താഴെ ഇന്നും ആ പഴയ റെഡ് പെയിന്റ് തന്നെയാണുള്ളത്. പുറമേ കാണുന്ന ആ കളർ വെറും പരസ്യം മാത്രമാണ്. നിലവിലിപ്പോൾ സയൻറ്റിസ്റ്റുകൾ പുതിയ വഴികൾ തിരയുകയാണ്. സ്രാവുകളുടെ തൊലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചില പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. സ്രാവുകളുടെ തൊലിയിൽ ബാർനക്കിൾസ് പറ്റിപ്പിടിക്കില്ലത്രേ. അത് അനുകരിച്ചുകൊണ്ട് പ്രത്യേക ഡിസൈനുകൾ കപ്പലിൽ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അൾട്രാസൗണ്ട് വഴിയും ഇലക്ട്രിക് ഫീൽഡ് വഴിയും ജീവികളെ തുരത്താൻ നോക്കിയെങ്കിലും അതൊന്നും അത്ര പ്രായോഗികമായില്ല. നാനോ ടെക്നോളജി ഉപയോഗിച്ചുള്ള രീതികളും പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ഐഡിയകളും ഒരൊറ്റ കാര്യത്തിൽ തോറ്റുപോയി. വില കൂടുതൽ അല്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ട് ഇന്നത്തെ കാലത്തും ഷിപ്പിംഗ് കമ്പനികൾ ചെയ്യുന്നത് കപ്പൽ ചുരണ്ടി ചുവപ്പ് പെയിന്റ് അടിക്കുക എന്നത് മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ കപ്പലിൻ്റെ ഈ ചുവപ്പ് നിറം ആരും ഭംഗിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതല്ല. ആ കെമിക്കലിൻ്റെ സ്വാഭാവിക നിറം ചുവപ്പായതുകൊണ്ട് കപ്പലിനും ആ നിറം കിട്ടി. അത് പച്ചയായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തെ എല്ലാ കപ്പലുകളും പച്ച നിറത്തിൽ തന്നെ കാണപ്പെടുമായിരുന്നു. ഏതായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.